എറണാകുളം ജില്ലയിലെ ബസ് റൂട്ടിന് തൊട്ടടുത്ത് 4 ബെഡ്റൂമിന്റെ ഒരു മനോഹരമായ വീട് വില്ല പ്രൊജക്ടിനകത്ത് നമുക്കൊന്ന് കണ്ടാലോ? ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലാണ്. നമുക്ക് പുക്കാട്ടുപടിയിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ബസ് റൂട്ടിന് തൊട്ടടുത്താണ്, വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഏകദേശം 30ഓളം വില്ലകൾ വരുന്ന വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. പക്ഷെ അടുത്തടുത്ത വീടുകളൊന്നും ഉള്ള അധികം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഓരോ വീട് നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് ഓരോ വില്ലകളും വരുന്നത്. ഇതിനുള്ളിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്കുള്ളവർക്കാണെങ്കിലും ഈസിയാണ്, 11 കിലോമീറ്റർ ആണ്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 13 കിലോമീറ്റർ, ആലുവയിലേക്ക് 9 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ട് ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താം. വെറും 19 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. സിമ്പിൾ ആയ ഡിസൈൻ ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ലേസർ കട്ട് വരുന്നുണ്ട്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ സിമ്പിൾ ആണെങ്കിലും ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കാണാം. വലിയൊരു വൈഡ് ആയിട്ടുള്ള കാർ പോർച്ചാണ്. വലിയൊരു വാഹനം തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ 2 പില്ലറുകൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ഭംഗിയായിട്ടും ഒക്കെയാണ് ടൈലുകളൊക്കെ പൊട്ടിച്ചിരിക്കുന്നത്. ഫ്ലോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി അവിടെ ഗ്രാസിന്റെ വർക്ക് കൂടെ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ സ്പേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ. കൂടാതെ നമുക്കിവിടെ KW ആണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. KW വാട്ടറിന് നമുക്കിവിടെ ഓൾറെഡി ടാങ്ക് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 4000 ലിറ്ററിന്റെ കപ്പാസിറ്റിയുള്ള ടാങ്ക് ആണ് വെച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് കിച്ചണിന്റെ ഒക്കെ ഏരിയ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ ചെയ്തെടുക്കാൻ നല്ല സ്പേസ് ഉണ്ട്. ഫ്ലോർ ഓൾറെഡി ഇവിടെ കെട്ടിയിട്ടിട്ടുള്ളത് തന്നെയാണ്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ടൈൽ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. കാർ പോർച്ചിന്റെ ഈ ഒരു വോള് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ്. EV വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് അവിടെ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് സിറ്റ് ഔട്ട് വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 4ഓളം ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വുഡൻ ഐറ്റംസ് ഒക്കെ, ഞാൻ ഉദ്ദേശിക്കുന്ന മരങ്ങളെല്ലാം തന്നെ, അതിപ്പോ മെയിൻ ഡോർ ആയിക്കോട്ടെ, അകത്തുള്ള ബെഡ്റൂംസിന്റെ ഡോർ ആയിക്കോട്ടെ, എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡിലാണ്, തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. വാസ്തുപരമായിട്ട് കിഴക്കോട്ട് തന്നെയാണ് വീടിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ ആണ് ഈ കാണുന്നത്. കംപ്ലീറ്റ്ലി തേക്കിലാണ്, നല്ലൊരു ഡിസൈനിൽ ഒറ്റപ്പാളിയില് കിഴക്കോട്ട് ദർശനമായിട്ട് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വീടിന്റെ ലാൻഡ് അളവ് വരുന്നത് 4 സെന്റ് ആണ്. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് ആണ് 2100 വരുന്നത്. നമുക്ക് ഇൻക്ലൂഡിംഗ് പോർച്ചും അതുപോലെ തന്നെ നമ്മുടെ യൂട്ടിലിറ്റി സ്പേസ് എല്ലാം കൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് ടോട്ടലി 2100 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത്. 4 ബെഡ്റൂമുകൾ ബാത്ത് അറ്റാച്ച്ഡ് ആണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ ലിവിംഗ് സ്പേസിൽ വന്നിരിക്കുകയാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഔട്ടർ ഫ്രെയിം ഒക്കെ പാനലിംഗ് ആണ് വരുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ ഒരു വോളിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം 3/4 പോർഷൻ തന്നെ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് പാനലിംഗ് വർക്കുകളും വൈറ്റ് കളർ പെയിന്റും എല്ലാം കൂടെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ആവശ്യത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീടിനകത്തേക്ക് എൻട്രി ചെയ്ത മെയിൻ ഡോർ ഇതാണ്. ഈ സൈഡിലുള്ള വോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇതേപോലെ L ഷേപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ചെയ്തിട്ട് ഗോൾഡൻ കളർ ബീഡിംഗ് ആണ് ഇവിടെ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ എൻട്രൻസ് നോക്കുവാണെങ്കിലും വുഡൻ പാനലിംഗ് തന്നെയാണ് വരുന്നത്. നമ്മളിപ്പോൾ കണ്ട ലിവിംഗ് സ്പേസിന് 13.5 അടി നീളവും 10 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്.
കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റൈൽസ് ഒക്കെ ചെയ്തിട്ട് ടഫന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പോകുന്ന വഴിക്കെല്ലാം തന്നെ ഫുഡ് ലാംപ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ 10 അടി നീളവും 9 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ 3 വിൻഡോസ് കാണാം. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇൻവെർട്ടേഴ്സ് വെക്കാൻ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഡൈനിങ്ങിന്റെ റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്കുകൾ ഭംഗിയായ കളർ കോമ്പിനേഷനിൽ ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. അക്കോർഡിനെയാണ് നമുക്ക് വാഷ് ബേസിൻ വരുന്നത്. ഭംഗിയുള്ള ഡിസൈനിൽ വൈറ്റ് ആൻഡ് ഗോൾഡൻ കളറിൽ നല്ല അട്രാക്റ്റീവ് ആയ ഷെയ്ഡിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ചെയ്ത് വളരെ വൈബോട് കൂടിയിട്ടാണ് ആ ഒരു ഏരിയ നമുക്ക് കിട്ടുന്നത്. ഗ്രാനൈറ്റിലാണ് അത് വെച്ചിരിക്കുന്നത്. താഴെയൊക്കെ നോക്കുവാണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വാഷ് ഏരിയയുടെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോർ കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ്. പുറത്തേക്കുള്ള ഭാഗങ്ങളെല്ലാം തന്നെ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10.5 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വിൻഡോസ് നോക്കിയാൽ കാണാം, 2 സൈഡിലായിട്ടാണ് കിട്ടുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വുഡൻ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് മിററും നമുക്ക് കിട്ടുന്നുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ഡിസൈനുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ്, LED ചെറിയ ബൾബുകൾ, വലിയ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുമ്പോൾ വൈറ്റ് ആൻഡ് ഗോൾഡൻ കളർ ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് സെറയുടെയാണ്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ ഇവിടെ കണ്ടു. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 13 അടി നീളവും 12 അടി വീതിയും കൊടുത്തിട്ടുള്ള ഒരു വലിയ ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 2 സൈഡിലായിട്ടാണ് വിൻഡോസ് വരുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ വലിയ LED ബൾബുകളും ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ്. അതിന്റെ കൂടെ മിറർ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വലിയൊരു ബാത്റൂം തന്നെയാണ്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. കിച്ചണിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു വോൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് പാനലിംഗ് വർക്ക് ചെയ്തിട്ട് ഗോൾഡൻ ബീഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരെ മുകളിലെ റൂഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളൊക്കെ ഭംഗിയായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ക്ലോസ്ഡ് കിച്ചൺ ആണ്. ഡോർ വന്നിട്ട് ഇതേപോലെ ഗ്ലാസ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ വിൻഡോയും അവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷൻ ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഹൂഡ് ആൻഡ് ഹോപ്പ് കൂടി ഇതിന്റെ ബിൽഡർ ഫിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ റെഡ് കളർ ഷെയ്ഡിലാണ്. മുകളിലും താഴെയും നമുക്ക് 2 ലെയറിലായിട്ടാണ് കിട്ടുന്നത്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ഇവിടെ വെച്ചാൽ പോലും കിച്ചന്റെ വലുപ്പത്തെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ വലിയൊരു കിച്ചൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഏരിയ സ്പേസ് കൂടി അവിടെ കിട്ടുന്നതാണ്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. നേരെ വന്ന് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഡോർ ഉണ്ട്. അത് നേരെ ഓപ്പൺ ചെയ്യുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. വലിയൊരു യൂട്ടിലിറ്റി ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ കോൺക്രീറ്റിൽ ചെയ്ത് ഹാൻഡ് റൈൽസ് ഒക്കെ സേഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലെത്തുന്നത് വരെ നമുക്ക് വെയിലും മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ റൂഫ് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ വന്നിട്ട് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് കണ്ടു. ഇത് നമുക്ക് ഇവിടെ വലിയൊരു ഹാളാണ് കിട്ടുന്നത്. ഈ ഒരു ഹാള് നിങ്ങൾ നോക്കിക്കോളൂ. വളരെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നോക്കിക്കോളൂ, ക്യാമറയും ഞാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകളും താഴെ കബോർഡ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഈ വരുന്ന പില്ലറിന്റെ പോർഷൻ ഒക്കെ നോക്കിയാലും കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ചെയ്തിട്ട് ഇവിടെയും ഗോൾഡൻ ബീഡിംഗ് ആണ് വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് 3 വിൻഡോസ് ഉണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയായിട്ടാണ് കിട്ടുന്നത്. സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുഷ്യനൊക്കെ ഇട്ടിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൂടി കിട്ടുന്നുണ്ട്. താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള വർക്കുകളാണ്. സിമ്പിൾ വർക്കുകളാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് ചെറിയ LED ബൾബുകളും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നിട്ട് യൂട്ടിലിറ്റി സ്പേസ് ആദ്യം കണ്ടു. ടോട്ടലി ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്.
ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്കുള്ള വോളിൽ പാനലിംഗ് വർക്ക് ചെയ്തിട്ട് ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു കബോർഡ് ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. 13 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂം ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. രണ്ട് ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് വർക്കുകളും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് മിറർ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണേണ്ടത്. എടുത്തു പറയേണ്ട ബെഡ്റൂം തന്നെയാണ്. അത്ര വലിയ സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 17 അടി നീളവും 12 അടി വീതിയുമുള്ള വലിയൊരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. രണ്ട് ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും കൂടി ഒന്നിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയ വർക്കുകളും ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കിട്ടുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നാലാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. നമുക്ക് വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ലെങ്തി ആയിട്ടുള്ള ഒരു ബാൽക്കണി രണ്ട് പോർഷൻ ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫന്റെ ഗ്ലാസ് ആണ്. ഇവിടേക്ക് വരുന്നവർ നമുക്ക് ചെറിയൊരു നാരോ ആയിട്ടുള്ള വഴിയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു താഴെ കാണുന്ന പോർഷനിൽ ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് ഇറങ്ങാനായിട്ട് നല്ല സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലാണ്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. വോക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് എത്താം. വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇവിടെ നിറയെ വില്ലകളാണ്, ആളുകൾ താമസമായ വില്ലകളാണ് എല്ലാം തന്നെ. സ്പേഷ്യസ് ആയ ഒരു വീടാണ്. ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസ് ആണ്. 4 സെന്റാണ് ലാൻഡ് അളവ് വരുന്നത്. ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 2100 ആണ്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. കിണർ വെള്ളവും KWയുടെ വാട്ടറും അവൈലബിൾ ആണ്. 4 സെന്റ് ഓഫ് ലാൻഡിൽ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 2100 ആണ്. 4 BHK പ്ലസ് 2 കാർ പാർക്കിംഗ്, യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. വെൽ വാട്ടർ ഉണ്ട്, KWയുടെ വാട്ടർ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 88 lakhs ആണ്. 88 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് വളരെ ചെറുതായിട്ട് മാത്രമാണ് നെഗോഷ്യബിൾ ആയിട്ടുള്ളത്. മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ സംസാരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി ഈ വീട് സ്വന്തമാക്കാം. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ തന്നെ ഈസി ടേംസ് ആൻഡ് കണ്ടീഷണൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ടാട്ടോ. ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ വീട് വാങ്ങാനുള്ള ഭാഗ്യം വന്നിരിക്കുന്നത്. ഈ വീഡിയോ കാണാൻ തോന്നിയത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കാൻ ടൈം ആയതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഫോൺ എടുത്തോളൂ, പെട്ടെന്ന് ഞങ്ങളെ വിളിച്ചോളൂ. നിങ്ങളുടെ കോളുകൾക്കായി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. സ്ക്രീനിൽ നമ്പറുകൾ കാണിക്കുന്നുണ്ട്. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.